അതെ 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 അതെ. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. എന്റെ ഏട്ടത്തി വളരെ ബ്രില്യൻ്റ്. പ്രോബ്ലംസ് എല്ലാം അങ്ങനെ സോൾവ് ചെയ്ത് കഴിഞ്ഞു. താങ്ക് യു സർ. ഞാൻ വിളിക്കാം. ചരു, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് എല്ലാരും ഇന്ന് ഏട്ടത്തി ചെയ്ത കാര്യം അറിഞ്ഞ് ഞെട്ടിയിരിക്കുക. ഞെട്ടിക്കാൻ വേണ്ടി തന്നെയാണല്ലോ ഇത് ചെയ്തത്. വലിയ ആളാവാൻ ശ്രമിച്ചോണ്ടിരിക്കല്ലേ. ആ യൂണിയൻ ലീഡറിന്റെ കാലാവധി കഴിയാൻ പോകുന്ന കാര്യം 2 ദിവസം മുമ്പേ നിങ്ങളുടെ ഏട്ടത്തി അറിഞ്ഞതാ. അതെന്തോ വലിയ ടോപ്പ് സീക്രട്ട് ആണെന്ന് പറഞ്ഞ് അവസാന നിമിഷം വരെ മൂടി വെച്ചിട്ട് ആ സമയത്ത് റിവീൽ ചെയ്തില്ലേ. പാവം, അയാളുടെ ജോലിയും കളഞ്ഞു. അതാണോ ഈ വലിയ കാര്യം? ഏട്ടത്തിയെ കുറിച്ച് നീ ഇങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് ചാരു? സ്വന്തം ചേച്ചിയെ നീ ഇങ്ങനെയാണ് കാണുന്നേ? സ്വാർത്ഥത കൊണ്ട് നിറഞ്ഞിട്ട് നിനക്കിപ്പോ കണ്ണുപോലും കാണാതായിട്ടുണ്ട് ചാരു. ആരാ സ്വാർത്ഥത കാണിക്കുന്നേ? ഞാനോ നിങ്ങളുടെ ഏട്ടത്തിയോ? ആ യൂണിയൻ ലീഡറിന്റെ കാര്യത്തിൽ എന്താണോ ചെയ്തത് അത് തന്നെയല്ലേ ഈ വീട്ടിൽ എന്റെ കാര്യത്തിലും ചെയ്തത്. ഞങ്ങളുടെ മുത്തശ്ശന് എഴുതിയ ആ വിൽപത്രത്തെ കുറിച്ച് എന്നോട് ഇത്ര നാളും മറച്ചു വെച്ചില്ലേ? ശരിക്കും അവർക്ക് സ്വാർത്ഥ താല്പര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിൽ ആ വിൽപത്രത്തെ കുറിച്ച് എന്നോട് പറയണമായിരുന്നു. എന്നിട്ട് എന്റെ സ്ഥലം എനിക്ക് തന്നെ എഴുതി തരണമായിരുന്നു. എല്ലാവർക്കും ഒറ്റയ്ക്ക് അനുഭവിക്കണം. അതിനാ ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്. നിങ്ങൾ എല്ലാവരും അവരെ എത്ര വേണമെങ്കിലും പുകഴ്ത്തിക്കോ. അതിനാണല്ലോ അവരിതൊക്കെ ചെയ്തു കൂട്ടുന്നത്. ഏട്ടത്തി ചെയ്തത് നല്ല കാര്യം തന്നെയാ. നമ്മുടെ ഫാക്ടറിയുടെ ഭാവിയെയും അതുപോലെ നിന്റെ മുത്തശ്ശന്റെ അഭിമാനത്തെയും സംരക്ഷിച്ചത്. സ്വാർത്ഥത തലയ്ക്ക് പിടിച്ചിരിക്കുന്നത് നിനക്കാ. അതുകൊണ്ട് അതൊന്നും മനസ്സിലാവാത്ത. ഏട്ടത്തെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഈ സമയത്ത് നീ നിന്ന് കുറ്റം പറയാണ്. നഷ്ടങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് നമുക്കാണ്. അത് കണ്ട് സന്തോഷിച്ചിരിക്കാനുള്ള മനസ്സ് എനിക്കില്ല. മതിയാക്കി ചാരു, ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കണ്ട. നീ ഒരുപാട് മാറിപ്പോയിരിക്കുക. ഇപ്പൊ നീ എന്റെ പഴയ ചാരുവല്ല. ഏതൊക്കെ ക്വാളിറ്റീസ് കണ്ടാണ് ഞാൻ നിന്നെ പ്രണയിച്ച് കല്യാണം കഴിച്ചത്, അതെല്ലാം നിനക്ക് നഷ്ടമായിരിക്കുന്നു ചാരു. ഇനി നിന്നോട് എന്തൊക്കെ പറഞ്ഞാലും അത് വേസ്റ്റാ. നിങ്ങളുടെ ഭാവിയെ കുറിച്ച് ആലോചിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? എന്റെ ഭാവിയെ കുറിച്ച് നീ എന്തിനാ ആലോചിക്കുന്നേ? അല്ലെങ്കിൽ തന്നെ എനിക്കെന്ത് പ്രശ്നമുള്ളത്? ഞാനിപ്പോ നിന്റെ ഭാര്യയാണ് വിവേക്. നിന്റെ ഭാവിയെ കുറിച്ച് ഞാനല്ലേ ചിന്തിക്കണ്ടേ? നീ ഇനി വിഷമിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. എനിക്ക് ഇതുവരെ ഒരു വിഷമമില്ലായിരുന്നു. നീ അപ്പൊ എന്നെ വിഷമിപ്പിക്കുന്നേ. നിന്നെ അമ്മയെ പോലെ വളർത്തി വലുതാക്കിയ ഒരാളെയാ നീ ഇപ്പൊ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നേ. ശരിക്കും നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെയോ സന്തോഷം വന്ന് തുടങ്ങിയപ്പോഴാ നീ അത് നരകതുല്യമാക്കുന്നേ. ഇനി നീ എപ്പോഴാ മാറാൻ പോകുന്നത്? നിങ്ങളെ കുറിച്ച് ആലോചിച്ചതാണ് ഞാൻ ചെയ്ത തെറ്റെങ്കിൽ ആ തെറ്റിൽ എനിക്ക് യാതൊരു പശ്ചാത്താപവും ഇല്ല. മാറ്റം ഉണ്ടാവേണ്ടത് എനിക്കല്ല, നിങ്ങൾക്കാ. ഇന്ന് മുതൽ ചേച്ചിക്ക് മാത്രമല്ല, ലാഭവിഹിതം എനിക്കും കിട്ടിയ. നിങ്ങളൊക്കെ ഇങ്ങനെ അന്തസ്സോടെ ജീവിക്കുമ്പോ ഞങ്ങൾ നിങ്ങളുടെ കൂലിക്കാരെ പോലെ നിൽക്കണോ? ഇവരുടെ കൂടെ തന്നെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ട് വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അത് മറ്റൊന്നുമല്ല മേഘനെ. ചെറിയമേൻ ചാരു ഓരോന്ന് കാണിച്ചു കൂട്ടുന്ന കാണുമ്പോൾ എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല. ദിവസവും ഓരോ പ്രശ്നങ്ങളാ. നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഓരോന്ന് കാണുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുക എന്നാ തോന്നുന്നേ. അങ്ങനെയൊന്നുമില്ല. ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോഴൊന്നും കൈവിട്ട് പോയിട്ടില്ല. എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന? വിവേകിന് വേണ്ടി മറ്റൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാന്ന് നമ്മൾ തീരുമാനിച്ചതല്ലേ. മറ്റൊരു ബിസിനസ് എന്തിനാ? നാളെ തന്നെ ഫാക്ടറി വിവേകിനെ ഏൽപ്പിക്കാം. ഇനി ഫാക്ടറി അവൻ തന്നെ റൺ ചെയ്യട്ടെ. വിവേകിനെ ഫാക്ടറി ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അവനെ കൊണ്ട് തനിച്ചതിനാവില്ല. എന്തുകൊണ്ട് പറ്റില്ല? ഇത്രയും നാളവന് നമ്മുടെ കൂടെ നിന്ന് എക്സ്പീരിയൻസ് ഇല്ലേ. എന്തെങ്കിലും പ്രശ്നം വന്നാൽ തന്നെ നമ്മൾ എപ്പോഴും അവന്റെ കൂടെ കാണില്ലേ. പക്ഷേ അതിന് വിവേക് സമ്മതിക്കോ?
സമ്മതിപ്പിച്ചേ പറ്റൂ. വിവേകിനെ നമുക്ക് ഫാക്ടറിയുടെ MD ആക്കണം. അപ്പൊ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനിയെങ്കിലും ഈ വീട്ടില് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരുന്നാ മതിയായിരുന്നു. ഇനിയിപ്പോ ഇതിന്റെ പേരിലൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. എന്ത് പ്രശ്നം വന്നാലും നമുക്കത് കൈകാര്യം ചെയ്യാം. ആദ്യം എന്തായാലും ഇപ്പൊ ഉണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാം. നിന്റെ ഇഷ്ടം പോലെ. പെട്ടെന്ന് തന്നെ ഈ തീരുമാനം നമുക്ക് അച്ഛനെ അറിയിക്കണം. ഫാക്ടറി വിവേകിനെ ഏൽപ്പിച്ച് വീട്ടിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ തീർക്കാന്ന് വിചാരിച്ചല്ലേ? ഇങ്ങനെ സംഭവിച്ചാ ചേച്ചിയും അനിയത്തിയും തമ്മിലോ ചേട്ടനും അനിയനും തമ്മിലോ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് വേണ്ടത് ഈ കുടുംബത്തിന്റെ മനസമാധാനക്കേടാ. അതിനുവേണ്ടി ഏതറ്റം വരെ ഞാൻ പോവും. ഇതിനു പറ്റിയൊരു മറുപണി കൊടുക്കണം. എല്ലാവരും തമ്മി തല്ലുന്നത് കാണണം. ഗുഡ് മോർണിംഗ് വലിയേട്ടാ. ഗുഡ് മോർണിംഗ്. എന്തു പറ്റി? കുറെ നാളായിട്ട് എന്നോടധികം സംസാരിക്കാറില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല വലിയേട്ടാ. ഈ വീട്ടിൽ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളും നമ്മൾ കാണുന്നതല്ലേ. അതൊക്കെ ഒന്ന് കുറഞ്ഞോട്ടെ എന്ന് കരുതി ഞാൻ മനഃപൂർവ്വം മിണ്ടാതിരിക്കുന്നതാ. എല്ലാ പ്രശ്നങ്ങളും ഒന്ന് തീരുമായിരിക്കും. ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് വലിയേട്ടാ അങ്ങനെ പറയാൻ കാരണം എന്താ? ഇന്നലെ രാത്രി മേഘന ഒരു ഡിസിഷനെ പറ്റി പറഞ്ഞിരുന്നു. ഇനി മുതൽ ഫാക്ടറി നീ നോക്കി നടത്തണമെന്ന്. ഏത് ഫാക്ടറി? നമ്മുടെ ഫാക്ടറി തന്നെ. നിന്നെ ഫാക്ടറിയുടെ MD ആക്കി മാറ്റാൻ പോവാ. അത് വേണ്ട വലിയേട്ടാ. അത്രയും വലിയ ഫാക്ടറി എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല. ശരിയാവില്ല വലിയേട്ടാ. നീ ഒന്ന് ശ്രമിച്ചു നോക്കൂ വിവേക്. നിന്നെ കൊണ്ട് അതിന് സാധിക്കും. ഏട്ടത്തിക്ക് എന്റെ കാര്യങ്ങളൊക്കെ നല്ലപോലെ അറിയാലോ. നിന്നെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാ ഇങ്ങനൊരു തീരുമാനം ഞങ്ങൾ എടുത്തത്. നിന്റെ വല്യേട്ടനും അച്ഛനും ഒക്കെ ഇതിന് സമ്മതിച്ചു. ചാരു പ്രശ്നം ഉണ്ടാക്കുന്നതിന്റെ പേരിൽ ഇങ്ങനെയൊരു തീരുമാനം എടുക്കണമായിരുന്നു ഏട്ടത്തി. നിന്റെ ഭാര്യ പ്രശ്നം ഉണ്ടാക്കില്ലായിരുന്നെങ്കിൽ നിനക്ക് ഫാക്ടറിയുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റില്ലെന്നാ? അത് അങ്ങനെയല്ല വലിയേട്ടാ. എനിക്ക് ഇതിനൊക്കെ കുറച്ചുകൂടി എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. ഇതൊക്കെ ഏറ്റെടുത്ത് ചെയ്താലല്ലേ നിനക്കും എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു പോയാ പിന്നെ ഫാക്ടറി ഒക്കെ നഷ്ടത്തിലാവില്ലേ? എടാ, നമുക്കൊരു ഉയർച്ച ഉണ്ടാവണമെങ്കിൽ പേടി എന്ന് പറയുന്ന സാധനം മനസ്സിൽ നിന്ന് കളയണം. ഈ ഭയം നമ്മളെ എവിടെ എത്തിക്കില്ല. നന്ദൻ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രിയിൽ ആദ്യം തുടങ്ങിയത് ആ ഫാക്ടറി അല്ലേ? ആ ഫാക്ടറി കാരണം നമുക്ക് ഇത്രയും വളർച്ച ഉണ്ടായെന്ന് വല്യച്ഛനും വല്യമ്മയും എന്നോട് പറഞ്ഞു തന്നിട്ടുമുണ്ട്. അതുകൊണ്ടാ ആ ഫാക്ടറി ഞങ്ങൾ നിന്നെ തന്നെ ഏൽപ്പിക്കുന്നത്. നമ്മള് കമ്പനി എങ്ങനെയാണോ നടത്തിക്കൊണ്ട് പോകുന്നത് അതുപോലെ തന്നെ നീ ഫാക്ടറി നോക്കണം. നിനക്കിതിനൊക്കെ സ്വയം പര്യാപ്തത ഉണ്ടാവുകയും വേണം. ഇത് ചാരുവിന് വേണ്ടി മാത്രം ചെയ്യുന്നതല്ല, ഞങ്ങളുടെ ആഗ്രഹത. അതേടാ വിവേക്, നന്ദൻ ഫാമിലി എന്ന് പറഞ്ഞ അച്ഛനോ ഞാനോ ഇവളോ മാത്രമൊന്നും അല്ലല്ലോ, നീയും ഉണ്ടല്ലോ. നീ ഇത്രയും നാൾ ഇതെല്ലാം കണ്ടു പഠിച്ചതല്ലേ. ഇനി മുതൽ വിവേക് നന്ദനായി സ്വന്തം കാലിൽ നിൽക്കാൻ നോക്കണം. അതിന് ഇത് തന്നെ ശരിയായ ടൈം. ഞങ്ങൾ പറയുന്ന കേക്ക്. ശരി വലിയേട്ടാ. എല്ലാ കാര്യത്തിനും നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എനിക്ക് ഉണ്ടായിരിക്കണം. വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണം. താങ്ക് യു ഏട്ടത്തി. നമ്മുടെ ആ ഫാക്ടറി എന്നെ ഏൽപ്പിക്കാൻ പോവാണെന്നുള്ള കാര്യം ഞാൻ ഇപ്പൊ തന്നെ പോയി ചാരുവിനെ ഒന്ന് അറിയിക്കട്ടെ. അവള് ശരിക്കും ഹാപ്പിയാവും. നിക്ക് വിവേക്, ഈ കാര്യം ചാരു ഒറ്റയ്ക്കല്ല അറിയേണ്ടത്, വീട്ടിലുള്ള എല്ലാവരും അറിയണം. അതേടാ, ഓൾറെഡി നമ്മുടെ ലോയറോടും വരാൻ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഡോക്യുമെന്റ്സുമായിട്ട്. ഡോക്യുമെന്റ്സ് എന്തിനാ വലിയേട്ടാ? ഈ സ്വത്ത് വീതം വയ്ക്കാൻ പോവാണോ? അല്ല, അവകാശങ്ങൾ പങ്കുവയ്ക്കാണ്. ഇന്ന് മുതൽ ഫാക്ടറിയുടെ MD നീയാണെന്ന് എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഡോക്യുമെന്റ്സ് റെഡിയാക്കിക്കൊണ്ടിരിക്കാം. എല്ലാരും ഒന്നിച്ചുള്ളപ്പോ ഈ വിവരം പറഞ്ഞാൽ മതി വിവേക്. എല്ലാ അധികാരത്തോടും കൂടി വേണം നീ ഫാക്ടറിയുടെ MD ആവാൻ. എന്നാ വാ, നമുക്ക് താഴേക്ക് പോവാം. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഏട്ടത്തി ഫാക്ടറിയിലെ പ്രശ്നങ്ങൾ തീർത്തതും നിങ്ങളുടെ മുത്തശ്ശന്റെ ഭൂമിയൊക്കെ സംരക്ഷിച്ചതും. നിന്റെ ഏതൊക്കെ ക്വാളിറ്റീസ് കണ്ടാണോ നിന്നെ പ്രണയിച്ച് കല്യാണം കഴിച്ചത്, ആ ക്വാളിറ്റീസ് ഒന്നും നിനക്ക് ഇപ്പൊ ഇല്ല ചാരു. കോഫി കുടിക്ക് ചാരു. ഇതെന്താ നീ കൊണ്ടുവന്നത്? എന്നും എല്ലാവർക്കും നീയല്ലേ കോഫി കൊണ്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇപ്പൊ നിനക്കാരും കോഫി കൊണ്ടുവരാറില്ലല്ലോ.
നീ ഇത് കുടിക്ക് ചാരു. താങ്ക് യു മഞ്ജരി. എന്തു പറ്റി? നീ എന്തത്ര സീരിയസ് ആയിട്ട് ആലോചിക്കുന്നേ? ഒന്നുമില്ല മഞ്ജരി. നീ എന്നോട് പറഞ്ഞില്ലെങ്കിലും നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് ഊഹിച്ചെടുക്കാൻ പറ്റും ചാരു. നീയും വിവേകും കൂടി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചതല്ലേ? പക്ഷെ ആ ഭൂമി വിൽക്കാൻ നിന്റെ ചേച്ചി സമ്മതിച്ചില്ല. ഈ വീട്ടില് വിവേകും നീയും മാത്രം എപ്പോഴും ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത്. നിന്റെ ഈ അവസ്ഥ കാണുമ്പോ എനിക്ക് തന്നെ ഒരുപാട് സങ്കടം തോന്നാറുണ്ട്. ഇപ്പൊ ഈ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിന്റെയൊക്കെ ടാർഗറ്റ് നീയല്ലേ. അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. മിഥുനോട് സംസാരിച്ച് വിവേകിനെ ഫാക്ടറിയുടെ MD ആക്കിയാലോ നമുക്ക്? ഓഫ് കോഴ്സ് നിങ്ങളുടെ സ്വത്തുക്കൾ നിങ്ങൾക്ക് തന്നെ കിട്ടണമെങ്കിൽ ഞാൻ ഇടനിലക്കാരി ആവേണ്ട ആവശ്യമൊന്നുമില്ല. വിവേകായിട്ടൊന്നും ചോദിച്ചു വാങ്ങാൻ പോകുന്നില്ല. നീ ചോദിച്ചാ നിന്റെ ചേച്ചി അതൊന്നും തരാനും ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാ നിങ്ങക്ക് വേണ്ടി മിഥുനോട് ഞാൻ തന്നെ ചോദിക്കാന്ന് വിചാരിക്കുന്നെ. നീ എന്തു പറയുന്നു? അതിന്റെ ആവശ്യമുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മഞ്ജരി? ഞങ്ങളുടെ സ്വത്തുക്കൾ ഞങ്ങൾക്ക് കിട്ടാൻ അവരുടെ സമ്മതത്തിന്റെ ആവശ്യമുണ്ടോ? അവളുടെ ഭിക്ഷ ഞങ്ങൾക്ക് വേണ്ട. ഇത് ഞങ്ങളുടെ അവകാശമാണ്. അവരുടെ ദയാദാക്ഷിണ്യം ഇല്ലെങ്കിൽ ആ സ്വത്തുക്കളൊന്നും ഞങ്ങൾക്ക് കിട്ടില്ലേ? അതും സത്യം തന്നെയൊക്കെയാ. പക്ഷെ ഇവിടെ നടക്കുന്നത് കാണുമ്പോ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. നിന്റെ ഭൂമി ചോദിച്ചപ്പോ നിന്റെ ചേച്ചി അത് തരുന്നില്ല. ആ ഫാക്ടറി നിങ്ങൾക്കൊട്ട് തരുമോന്നും അറിയില്ല. അപ്പോ നിങ്ങൾക്ക് സേവിങ്സ് ഒന്നും വേണ്ടേ? സ്വന്തമായിട്ട് എങ്ങനെ സമ്പാദിക്കാൻ പോകുന്നേ? നീ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറയൂ ചാരു. ഫാക്ടറിയുടെ കാര്യം ഞാൻ പോയി ഇതിനോട് ചോദിച്ചാ അത് വളരെ ചീപ്പായിരിക്കും. അവരായിട്ട് നിങ്ങൾക്ക് തന്നാ അത് ഭിക്ഷയായിട്ടും തീരും. സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് നിങ്ങളുടെ ക്യാരക്ടറിനെ ബാധിക്കും. നീ ഒന്ന് ആലോചിക്ക. ചാരു, നീ ഒന്ന് താഴേക്കൊന്ന്. എന്തിനാ? നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട് ചാരു. ഗുഡ് ന്യൂസോ? അതെന്താ? അത് പിന്നെ നല്ല കാര്യമാണെങ്കിൽ ഇത് പറയാൻ നോക്ക്. നിങ്ങൾ പറഞ്ഞ ഗുഡ് ന്യൂസ് എന്താ? നീ ഇങ്ങോട്ട് വാ ചാരു, ഞാൻ പറയാം. വാ താഴേക്കൊന്ന്. രണ്ടുപേരും കൂടി ഓടിപ്പോയിക്കോ. അവിടെ നടക്കാൻ പോകുന്നത് ഗുഡ് ന്യൂസ് ഒന്നും അല്ല, ബോംബ് പൊട്ടുന്നത് പോലെ ബാഡ് ന്യൂസ് ആയിരിക്കും. നിന്റെ തീരുമാനം ഏതായാലും നന്നായി മോളെ. ഈ പ്രശ്നങ്ങളെല്ലാം ഇതോടുകൂടി അവസാനിച്ചാൽ മതിയായിരുന്നു. അതിനുവേണ്ടി തന്നെയാണല്ലോ അച്ഛൻ നമ്മൾ ഈ ഡിസിഷൻ എടുത്തിരിക്കുന്നത്. എല്ലാവരും ഒന്നിച്ച് ഹാപ്പിയായിട്ട് ജീവിക്കുന്നതല്ലേ നമുക്ക് കാണേണ്ടത്. എല്ലാവരും എന്ന് പറയുമ്പോ അതിൽ ഞാനും എന്റെ മകനും എന്റെ മരുമകളും ഉണ്ടാവോ മേഘനെ? നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ചെറിയമ്മേ. അതെന്താന്നുള്ളത് പറയാൻ പോവാ. ഞങ്ങളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാന്നാണോ തീരുമാനിച്ചേ? അങ്ങനെ പുറത്താക്കിയ ഞങ്ങൾ എന്ത് ചെയ്യും? വാ ചാരു, നിന്നോടും ചെറിയമ്മയോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താനും എന്റെ ഭർത്താവിനെ ഒരു ജോലിക്കാരനാക്കണമായിരുന്നോ ചേച്ചി? ചാരു, നീ ഇത് എന്തൊക്കെയാ പറയുന്നേ? എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ എന്നെ വിളിച്ചു വരുത്തണമെന്നുണ്ടെങ്കിലോ വിവേകിന് എന്തിനാ പറഞ്ഞു വിടുന്നേ? എന്താ മാഡത്തിന് നേരിട്ട് വിളിക്കാൻ പറ്റില്ലേ? നിന്നെ താഴേക്ക് വിളിച്ചുകൊണ്ട് വരാൻ ഏട്ടത്തി എന്നോട് പറഞ്ഞിട്ടില്ല. ഞാനാ അങ്ങനെ ചെയ്തത്. അതാ പറഞ്ഞ് ഞാന് നീയൊക്കെ ഇവർക്ക് വെറും ജോലിക്കാരാ വിവേക്. എന്റെ വാക്കുകൾ നല്ല ആഴത്തില് ചാരുവിന്റെ മനസ്സിൽ പതിഞ്ഞിട്ടൊക്കെയുണ്ട്. ഇവിടെ പ്രശ്നം ഉണ്ടാവുന്നൊക്കെ ഉറപ്പാ. ഒരു നല്ല കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് മോളെ നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അതിനിടയിൽ ഇങ്ങനെ ഒരു പ്രശ്നത്തിന്റെ ആവശ്യമുണ്ടോ? ആദ്യം എന്താ കാര്യം എന്ന് പറയച്ചാ. അത് നല്ലതാണോ അല്ലയോ എന്ന് കേട്ടിട്ട് തീരുമാനം. ഫാക്ടറി വിവേകിന്റെ പേരിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു.
നിങ്ങളുടെ സ്വത്തുക്കൾ നിങ്ങൾക്ക് തന്നെ കിട്ടണമെങ്കിൽ ഞാൻ ഇടനിലക്കാരി ആവേണ്ട ആവശ്യമൊന്നുമില്ല. വിവേകായിട്ടൊന്നും ചോദിച്ചു വാങ്ങാൻ പോകുന്നില്ല. നീ ചോദിച്ചാ നിന്റെ ചേച്ചി അതൊന്നും തരാനും ഉദ്ദേശിക്കുന്നില്ല. ഫാക്ടറിയുടെ കാര്യം ഞാൻ പോയി ഇതിനോട് ചോദിച്ചാ അത് വളരെ ചീപ്പായിരിക്കും. അവരായിട്ട് നിങ്ങക്ക് തന്നാ അത് ഭിക്ഷയായിട്ടും തീരും. ഫാക്ടറിയുടെ MD ആയിട്ട് വിവേകിനെ ചുമതലപ്പെടുത്തുകയാണ് പ്രിയമതെ. ഇനി മുതൽ വിവേക് നോക്കട്ടെ ഫാക്ടറിയുടെ കാര്യങ്ങൾ. ഫാക്ടറിയുടെ മുഴുവൻ അവകാശങ്ങളും അധികാരങ്ങളും വിവേകിനുള്ളതാ. എല്ലാം വിവേകിന്റെ പേരിലേക്ക് മാറ്റാം. അതിലിനി ഞങ്ങളൊന്നും കൈകടത്താൻ വരില്ല. അപ്പോ എന്റെ മകൻ ഫാക്ടറിയുടെ ഓണർ ആണെന്നാണോ പറഞ്ഞത്? ഇതെന്തായാലും വളരെ നല്ല തീരുമാനം ചെയ്തേ വേട്ടാ. താങ്ക് യു സോ മച്ച് മിഥുൻ. ഇതത്ര നല്ല തീരുമാനമായി എനിക്ക് തോന്നുന്നില്ല അമ്മേ. അല്ലെങ്കിൽ തന്നെ ഇവര് രണ്ടുപേരും നമുക്ക് ഫാക്ടറി തരാൻ ആരാ? എന്തോ ദാനം ചെയ്യുന്നത് പോലെ ഭിക്ഷ തരുന്നത് പോലെയാണല്ലോ പറയുന്നത്. നമ്മുടെ സ്വത്തുക്കൾ നമുക്കെന്നെ തരുന്നത് എന്തിനാ? തീ പൊരി കത്തി തുടങ്ങി. നീ ഇത് എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് ചാരു? നിനക്ക് ഇതൊന്നും മനസ്സിലാക്കാനുള്ള സെൻസ് ഇല്ലേ? സെൻസ് ഉള്ളത് കൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നന്ദൻ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ കമ്പനികളിലും ഫാക്ടറിയിലും നിങ്ങൾക്ക് രണ്ടുപേർക്കും അവകാശമുണ്ട്. എല്ലാ സ്വത്തുക്കളിലും സമ്പാദ്യത്തിലും നിങ്ങൾക്ക് രണ്ടുപേർക്കും തുല്യ അവകാശവും അധികാരവും ഉണ്ട്. അപ്പൊ ഒരാൾ മറ്റൊരാൾക്ക് ദാനം കൊടുക്കേണ്ട ആവശ്യം എന്താ? അതെന്താ ചാരു നീ അങ്ങനെയൊക്കെ പറയുന്നേ? ഇത്രയും നാൾ ഈ നന്ദൻ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിനെ മിഥുനും മേഘനയും കൂടിയല്ലേ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവകാശങ്ങളും പവറും അവർക്ക് തന്നെയല്ലേ ഉള്ളത്. ഇപ്പൊ അവരുടെ അവകാശങ്ങള് കുറച്ചൊക്കെ വിവേകമായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അത് വാങ്ങിച്ചാൽ എന്താ? അപ്പോ അവരുടെ ഭിക്ഷ ഞങ്ങൾ കൈനീട്ടി സ്വീകരിക്കണോ? അതോ ഞങ്ങളുടെ മുത്തശ്ശനെ പോലെ തന്നെ ഇവിടുത്തെ അച്ഛനും വല്ല വിൽപത്രം എഴുതിയിട്ടുണ്ടോ? ചാരു, കാര്യങ്ങൾ അറിയില്ലെങ്കിൽ സംസാരിക്കാൻ നിൽക്കരുത്. അവള് പറയുന്നല്ല ശരിയല്ലേ വിവേക്? സ്വത്തുക്കളുടെ എല്ലാവർക്കും അവകാശമില്ലേ? അപ്പൊ അവരെന്തിനാ അത് നമുക്ക് തരുന്നേ? നമ്മൾ എന്തിനാ അത് വാങ്ങിക്കുന്നേ? അവര് മുതലാളിമാരും നമ്മൾ തൊഴിലാളികളും അല്ലല്ലോ. അങ്ങനെ ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ ചെറുമേ. നിങ്ങളുടെ ഉദ്ദേശം അങ്ങനെയാണെന്നാ തോന്നുന്നേ. ഞങ്ങൾ ഇതുവരെ നിങ്ങളെ അങ്ങനെ കണ്ടിട്ടുണ്ടോ ചെറിയമ്മേ? അങ്ങനെ കാണേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷാഭേദം മനസ്സിലാക്കാനൊക്കെ നീ ഞങ്ങൾക്ക് അറിയാം. മിണ്ടിപ്പോരുത്. ഇവിടെ ആരാ പക്ഷാഭേദം കാണിച്ചത്? സ്വത്തുക്കളെല്ലാം വല്യച്ഛനും വല്യമ്മയും കഷ്ടപ്പെട്ട് ശരിക്കും സത്യം പറയുകയാണെങ്കിലേ ഈ സ്വത്തുക്കളിൽ നമുക്കൊരു അവകാശവും അധികാരവും ഇല്ല. നീ അങ്ങനെ തന്നെ പറഞ്ഞോണ്ടിരിക്കും. ഇവരെല്ലാരും കൂടി നിന്നെ അടിച്ചു പുറത്താക്കും. റോഡിൽ ഇറങ്ങി തെണ്ടേണ്ടി വരും നീ. ഈ കുടുംബത്തിലെ അനന്തരാവകാശികൾക്ക് അങ്ങനെ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവില്ല. ആര് പറഞ്ഞു ഇല്ലെന്ന്? ഇപ്പൊ ഈ വീട്ടിൽ ഞങ്ങള് ഭിക്ഷക്കാരല്ലേ? നാളെ റോഡിൽ ഇറങ്ങി ഭിക്ഷ എടുക്കേണ്ടി വരും. നീ എന്തൊക്കെ പറയുന്ന ചാരു? നിന്റെ മനസ്സിൽ എന്താ ഉള്ളത്? നീ വിവേകിന് ഒറ്റയ്ക്ക് ബിസിനസ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇപ്പൊ വിവേകിന് ആ ഫാക്ടറി കൊടുക്കാന്ന് വെച്ചപ്പോ അത് ദാനവും ഭിക്ഷയാണെന്നൊക്കെ പറയുന്നത് എന്തിനാ? ബാക്കി കമ്പനികളെല്ലാം നിങ്ങളുടെ കൈ തന്നെ പിടിച്ചു വെച്ചിട്ട് ഒരു ഫാക്ടറി മാത്രമല്ലേ വിവേകിന് കൊടുത്തുള്ളൂ.